ശരത്ത്, ഈ ആദ്യ ഫല സൂചനകൾ പുറത്തു വരുമ്പോൾ പോലും ഇഞ്ചോടിഞ്ചാണ് 6-3. എങ്ങനെ പോകുന്ന വോട്ടെണ്ണൽ? കാനിങ് റോഡിലെ 1-ാം നമ്പർ എന്നുള്ള ആം ആദ്മി പാർട്ടിയുടെ ഓഫീസാണിത്. ആം ആദ്മി പാർട്ടിയുടെ ഓഫീസിലേക്ക് മാധ്യമപ്രവർത്തകരെ അകത്തേക്ക് കടത്തിവിടുന്നില്ല. മാധ്യമപ്രവർത്തകർക്ക് പുറത്തു നിന്നാണ് ഇപ്പോൾ മാധ്യമപ്രവർത്തകർ ആം ആദ്മി പാർട്ടിയിലെ റിപ്പോർട്ട് ചെയ്യുന്നത്. ഗേറ്റുകളൊക്കെ ആം ആദ്മി പാർട്ടിയുടെ ഗേറ്റുകളൊക്കെ സുരക്ഷിതമായി അടച്ചു വെച്ചിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും ആദ്യ ഫലസൂചനകൾ ആം ആദ്മി പാർട്ടി പ്രവർത്തകர்கள் ആഹ്ലാദം നൽകുന്നുണ്ട്. ആം ആദ്മി പാർട്ടി ഇപ്പോഴും വിശ്വസിക്കുന്നത് ബി.ജെ.പിക്ക് ഒരു അട്ടിമറിയും നടത്താൻ കഴിയില്ല എന്നത് തന്നെയാണ്. നമുക്കിവിടെ കാണാം, മാധ്യമ പ്രവർത്തകരുടെ വലിയ പടം തന്നെ ആം ആദ്മി പാർട്ടി ഓഫീസിലുണ്ട്. ബി.ജെ.പി ഓഫീസെ പോലെ തന്നെ ഇവിടെ ആം ആദ്മി പാർട്ടിയുടെ ബി.ജെ.പി ഓഫീസിൽ വ്യത്യാസമെന്ന് ആം ആദ്മി പാർട്ടി ആം ആദ്മി പാർട്ടി ഓഫീസിനകത്തേക്ക് മാധ്യമ പ്രവർത്തകരെ കടത്തിവിടുന്നില്ല. ഒരു വ്യക്തമായ ലീഡോ കാര്യങ്ങളോ ലഭിച്ച ശേഷം അകത്തേക്ക് കടത്തിവിടുമെന്നാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. എന്നാൽ ഇവിടെ ആവേശത്തിന് കുറവൊന്നുമില്ല. യാതൊരുവിധ മാന്യതയും അല്ലെങ്കിൽ എക്സിറ്റ് പോൾ നൽകിയ ഒരു റിപ്പോർട്ടിന്റെ മാന്യതയൊന്നും ആം ആദ്മി പാർട്ടിയുടെ അടുത്ത് ഓഫീസിലില്ല. അവരുടെ പ്രവർത്തകരെടുത്തില്ല. അവരിപ്പോഴും വിശ്വസിക്കുന്നത് എക്സിറ്റ് പോൾ പൂർണ്ണമായി തെറ്റാണ്, തങ്ങൾ അധികാരത്തിൽ വരും എന്ന് തന്നെയാണ് സേതുലക്ഷ്മി. ശരി ശരത്ത്, തുടരുക. ശരത്തിലേക്ക് മടങ്ങി വരാം. ഇവിടെ ലിജോയും ശ്രീജിത്തും ചേർന്നുണ്ട്. ലിജോ, ശ്രീജിത്ത്, ഇപ്പോൾ ഈ 8 മണി കഴിഞ്ഞ് 13 മിനിറ്റ് ആയിട്ടുള്ളൂ. പക്ഷേ 2 അക്കം കഴിഞ്ഞിരിക്കുകയാണ്. ഫലസൂചനകൾ പുറത്തു വരുമ്പോൾ 9-12. തീർച്ചയായും. കാരണം ഈ കാര്യങ്ങൾ വളരെ വേഗമാണ് മറിയുന്നത്. ആദ്യം ഒരു പടി ആം ആദ്മി പാർട്ടി മുന്നിലായിരുന്നു. ഒരു 1-2 സീറ്റുകൾക്ക് അല്ലെങ്കിൽ 5-3 എന്ന രൂപത്തിലൊക്കെയായിരുന്നു കാര്യങ്ങൾ. ഇപ്പോൾ കാര്യങ്ങൾ മറിയുന്നുണ്ട്. 12 സീറ്റിലേക്ക് ബി.ജെ.പി ലീഡ് നില ഉയർത്തുന്നു. അത് 9 സീറ്റിൽ 9-10 വരെ എത്തി നിൽക്കുകയാണ്. അതെ, 10-10 നിന്ന് 10-11 കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. എന്തായാലും ഒരു ഏകപക്ഷീയ മുന്നേറ്റം ബി.ജെ.പിക്ക് ആദ്യ മണിക്കൂറുകളിലില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. ആ ഏകപക്ഷീയ മുന്നേറ്റം ബി.ജെ.പിക്ക് എടുക്കാൻ കഴിയില്ല എന്ന് ആം ആദ്മി പാർട്ടി, അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ എക്സിറ്റ് പോൾ ഫലങ്ങൾ വന്നപ്പോൾ നമ്മൾ വളരെ അത്ഭുതപ്പെട്ടിരുന്നു. കാരണം ബി.ജെ.പി വലിയ മുന്നേറ്റത്തിലേക്ക്, കാരണം 60 സീറ്റുകളിലേക്ക് പോകുന്ന ചാണക്യടക്കമുള്ള ആളുകൾ 44 മുതൽ 60 സീറ്റുകളിലേക്ക് വരുമെന്ന്. ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുള്ള ബാദലിൽ കോൺഗ്രസ് ഒരു സീറ്റിൽ ലീഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഒരു സീറ്റിൽ കോൺഗ്രസ് ദേവേന്ദ്ര യാദവ് മത്സരിക്കുന്ന ബാദലിയിൽ കോൺഗ്രസ് ലീഡ് ചെയ്യുന്നു എന്നുള്ളൊരു വാർത്ത വരുന്നുണ്ട്. അതായത് കോൺഗ്രസിന് ഒരു സീറ്റിലെങ്കിലും ലീഡ് ചെയ്യാൻ കഴിയുന്നു എന്നുള്ളതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. കോൺഗ്രസ് കഴിഞ്ഞ കുറെ കാലമായി, അതായത് 2013-ഉം 15-ഉം അതിനുശേഷം 20-ഉം തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റിൽ പോലും വിജയിക്കാൻ കഴിയാതെ, അല്ലെങ്കിൽ 13-ലുണ്ടായിരുന്നു, അതിനുശേഷം 15-ഉം 20-ൽ 2 തവണയും ഒരു സീറ്റിൽ പോലും വിജയിക്കാൻ കഴിയാതെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ നിന്നാണ് ഒരു സീറ്റിൽ ലീഡ് ചെയ്യുന്നത് സംബന്ധിച്ച് കോൺഗ്രസിന് വലിയ കാര്യമാണ്. പക്ഷേ വെച്ചടി കയറ്റം എന്ന നിലയിൽ ബി.ജെ.പി മെല്ലെ മുമ്പോട്ട് കയറി വരുന്നതും ഈ സമയത്ത് കാണുന്നുണ്ട്. അങ്ങനെയാണ് നമുക്ക് തോന്നുന്നത്. അതായത് 13-10 ഹരിയാനയിൽ ഇങ്ങനെ തന്നെയായിരുന്നു ആദ്യഘട്ടത്തിൽ. ലിജോ, ദേവേന്ദ്ര യാദവിന്റെ ലീഡ് നഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. മാറി വരുന്നുണ്ട്. ഈ ഒരു ട്രെൻഡ് തന്നെയായിരുന്നു. അതായത് ബി.ജെ.പി ആദ്യഘട്ടത്തിൽ വളരെ പുറകിൽ പോയിരുന്നു. പിന്നീട് വളരെ മനോഹരമായി ബി.ജെ.പി അതിനെ മാനേജ് ചെയ്തു. ജനങ്ങൾ വോട്ട് ചെയ്തതാണ്. പക്ഷേ എന്നിരുന്നാൽ പോലും ആദ്യഘട്ടത്തിൽ പിന്നിൽ പോകുന്ന ബി.ജെ.പി, എക്സിറ്റ് പോൾ ഫലങ്ങളിൽ മുന്നിലുണ്ടായിരുന്ന ബി.ജെ.പി ഇപ്പോൾ ആദ്യഘട്ടത്തിൽ കൗണ്ടിംഗ് സമയത്ത് പിന്നിൽ പോയ ബി.ജെ.പി ഇപ്പോൾ ഏതാണ്ട് 13-10 എത്തിയിട്ടുണ്ട്. ലിജോ, 13-10. അതായത് ഈ മാനേജ് ചെയ്യുക എന്ന് പറയുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ അത് ഇലക്ഷൻ മാനേജ്മെന്റ് തന്നെയാണ്. അതായത് ഏതൊക്കെ മണ്ഡലങ്ങളിൽ ആരൊക്കെയാണ് മത്സരിക്കുന്നത്, അവിടെ എങ്ങനെയൊക്കെയാണ് വോട്ട് പിടിക്കേണ്ടത്, അല്ലെങ്കിൽ മറ്റുള്ളവർ പിടിക്കുന്ന വോട്ടിന് ശേഷം എത്ര വോട്ട് കിട്ടും, അതിൽ നിന്ന് വിജയിക്കാം എന്നതിനെ സംബന്ധിച്ച് നമ്മൾ എപ്പോഴും പറയാറുള്ളത് പോലെ ബി.ജെ.പിയെ സംബന്ധിച്ച് ബി.ജെ.പിക്ക് ഒരു ഇലക്ഷൻ മൈക്രോ മാനേജ്മെന്റ് ഉണ്ട്. ആ മാനേജ്മെന്റിലാണ് അവർ എല്ലാ കാലത്തും വിശ്വസിച്ചിരുന്നത്. അതുതന്നെയാണ് കഴിഞ്ഞ കുറെ കാലങ്ങളായി 2014-ന് ശേഷം വളരെ വൃത്തിയായി അവരത് എല്ലാ സംസ്ഥാനങ്ങളിലും ദേശീയ തലത്തിലും ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അത് മാനേജ് ചെയ്യുന്നു എന്ന് പറയുന്നത്. അതായത് ആദ്യഘട്ടത്തിൽ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും നമുക്കത് മാനേജ് ചെയ്ത് പോകാൻ കഴിയുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ കഴിയുമെന്ന് ബി.ജെ.പിക്ക് മറ്റു പാർട്ടികൾക്ക് പ്രതീക്ഷ ഉണ്ടാവും. അതിനുശേഷം ആ സ്പ്ലിറ്റിലാണ്. അതായത് ഒരു മണ്ഡലത്തിലെ മുഴുവൻ വോട്ടുകളിൽ എങ്ങനെയൊക്കെ സ്പ്ലിറ്റ് വന്നു എന്ന് നോക്കുമ്പോഴാണ് അത് ഇത്ര വോട്ടുകൾ ഇന്നെടുത്ത് പോയി ബാക്കിയുള്ള വോട്ടുകൾ. നമ്മൾ കോൺഗ്രസിന്റെ കാര്യം പറഞ്ഞ പോലെ കോൺഗ്രസിന്റെ വോട്ട് ഷെയറിന് അപ്പുറത്ത് ഈ ഇടത് പാർട്ടികൾ പിന്നെ ഒരു കാര്യം കൂടി കെജ്രിവാൾ പിന്നിലാണ്. അതെ, കെജ്രിവാൾ മാത്രമല്ല, കെജ്രിവാൾ പിന്നിലാണ്, മനീഷ് സിസോദിയ പിന്നിലാണ്, ഇപ്പോഴത്തെ മുഖ്യമന്ത്രി അതിഷി വെസ്റ്റ് ഡൽഹിയിൽ ബി.ജെ.പി മുന്നിട്ട് നിൽക്കുന്നുണ്ട്. ഈ വെസ്റ്റ് ഡൽഹിയിൽ ഈ ഹരിയാനയിലെ ജനങ്ങൾ ആം ആദ്മി പാർട്ടിക്ക് മറുപടി നൽകുമെന്ന് വലിയ രീതിയിൽ ബി.ജെ.പി പ്രചരണം നടത്തിയ സ്ഥലമാണ് ഈ വെസ്റ്റ് ഡൽഹി. അവിടെ ബി.ജെ.പി ലീഡ് ചെയ്യുന്നു എന്നാണ് ഇപ്പോൾ വരുന്ന സൂചനകളും.
തീർച്ചയായും. അതായത് ആം ആദ്മി പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്നാളുകൾ, അതായത് ആം ആദ്മി പാർട്ടിയുടെ ജീവാത്മാവും പരമാത്മാവുമായ അരവിന്ദ് കെജ്രിവാൾ, അതോടൊപ്പം തന്നെ ഉപമുഖ്യമന്ത്രിയായിരുന്ന നമ്പർ 2 എന്ന് വിശേഷിപ്പിക്കാവുന്ന മനീഷ് സിസോദിയ, അതോടൊപ്പം തന്നെ അതിഷി, ഇവർ 3 പേര് 1, 2, 3 സ്ഥാനങ്ങളിൽ ആം ആദ്മി പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട 3 നേതാക്കളും നിലവിൽ പിന്നിലാണ് എന്നുള്ള വാർത്തയാണ്. അത് ഒരുപക്ഷെ ഒരു ട്രെൻഡ് എന്ന നിലയ്ക്ക് അല്ലെങ്കിൽ ഒരു സൂചന എന്ന നിലയ്ക്ക് ആദ്യഘട്ടത്തിൽ നമുക്ക് പറയാവുന്ന തരത്തിലാണ് കാര്യങ്ങൾ പോകുന്നുവെന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാവുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നുണ്ട്. പക്ഷേ അപ്പോഴും വിട്ടുകൊടുക്കാത്ത തരത്തിൽ ആം ആദ്മി പാർട്ടി ഉണ്ട് എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. 12, 11, 1 എന്ന നിലയിലേക്ക് അവരത് മാനേജ് ചെയ്തു. അതെ. അതായത് ഇപ്പോഴും കൃത്യമായി നമുക്ക് ഒരു തോൽവിയിലേക്കോ അല്ലെങ്കിൽ ഒരു ട്രെൻഡിലേക്കോ പോയി എന്ന് പറയാൻ പറ്റില്ല, അല്ലെങ്കിൽ ഏകപക്ഷീയമായ ഒരു പാർട്ടി മുമ്പോട്ട് പോകുന്നു എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ അപ്പോഴും ഈ പറഞ്ഞ ആളുകൾ, അതായത് ഏറ്റവും പ്രധാനപ്പെട്ട ആളുകൾ, അല്ലെങ്കിൽ വളരെ ഈസി വാക്ക് ഓവർ എന്ന് വിചാരിക്കുന്ന, അല്ലെങ്കിൽ വളരെ നേട്ടം ഉണ്ടാക്കുന്നു എന്ന് വിചാരിക്കുന്ന വോട്ടുകൾക്കാണ് അരവിന്ദ് കെജ്രിവാൾ ജയിക്കുന്നത്. അതെ, അത്രയും വോട്ടുകളുള്ള ആളാണ്. അതെ. താരതമ്യം ചെറിയ സ്ഥലമാണ്. ചെറിയ സ്ഥലത്ത് 26,000 വോട്ട് വലിയ ഭൂരിപക്ഷമാണ്. ആ ഭൂരിപക്ഷത്തിലാണ് ഇപ്പോൾ പിന്നിലേക്ക് പോകുന്നത്. ഇതിൽ തന്നെ വേറൊരു കാര്യമുണ്ട്. ഇത്തവണ ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അവർ ഇതുവരെ നേരിടാത്ത വലിയ പ്രതിസന്ധി നേരിട്ടൊരു കാലം കൂടിയാണ്. എല്ലാവരും ജയിലിൽ പോയി. ഇവയാൾ അഴിമതിക്കാരനാണോ എന്നൊരു തോന്നൽ ഉണ്ടാകുന്നതാണ്. 2013 ഈ ആദ്യ തെരഞ്ഞെടുപ്പിൽ സമയത്ത്, അത് ഡിസംബർ മാസത്തെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്, ആ സമയത്ത് ഒരു ജാക്കറ്റും അതിനുമുള്ള ലിജോ ശ്രീജിത്ത് തുടരുക. ശരത് ലാൽ കൂടി ഇപ്പോൾ റെഡിയാണ് ഡൽഹിയിൽ നിന്ന്. ശരത്ത്, ഈ കെജ്രിവാൾ, മനീഷ് സിസോദിയ, ഒപ്പം അതിഷി മെർലിൻ, ആം ആദ്മി പാർട്ടിയുടെ 3 കരുത്തരും തപാൽ ബാലറ്റിലെ ആദ്യ ഫലസൂചനകളിൽ പിന്നിലാണ്. ഒപ്പം എടുത്തു പറയേണ്ടത് കൈലാഷ് ഗെലോട്ട് മുന്നേറുന്നു എന്നുള്ളതുമാണ്. എങ്ങനെയാണ് ആദ്യ ഫലസൂചനകൾ? ശ്രീലക്ഷ്മി, ആദ്യം പോസ്റ്റൽ വോട്ടാണ് എണ്ണുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, പോസ്റ്റൽ വോട്ട് ഉദ്യോഗസ്ഥന്മാരുടെ വോട്ടാണ്. ഈ ആദായനിധി ഇളവ് 12 ലക്ഷം വരെയുള്ള ആദായ ഇളവ് വന്നുകൊണ്ട് തന്നെ പോസ്റ്റൽ വോട്ടിൽ BJPക്ക് പരിപൂർണമായ ഒരു മുൻതൂക്കമുണ്ട് എന്ന് വിലയിരുത്തപ്പെട്ടിരുന്നു. അതുതന്നെയാണ് ഇപ്പോൾ നമ്മൾ ട്രെൻഡിൽ കാണുന്നത്. പോസ്റ്റൽ വോട്ടിൽ പൂർണ്ണമായും BJPയെ സംബന്ധിച്ചിടത്തോളം ഉദ്യോഗസ്ഥരുടെ പൂർണ്ണ പിന്തുണ ലഭിച്ചിട്ടുണ്ട്. കേന്ദ്ര ബജറ്റിലെ ഈ പ്രഖ്യാപനം അതുതന്നെയാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ പോസ്റ്റൽ വോട്ടിൽ ഒരു ട്രെൻഡ് നമുക്ക് എടുക്കാമെങ്കിലും പൂർണ്ണ രീതിയിൽ നമുക്ക് അതിലേക്ക് വിശ്വസിക്കാൻ കഴിയില്ല. കാരണം ഇത് തന്നെയാണ് ആം ആദ്മി പാർട്ടി ഓഫീസിൽ നിന്നുള്ള, കാര്യാലയത്തിൽ നിന്നുള്ള നമുക്ക് കിട്ടുന്ന, ഇപ്പോൾ ആം ആദ്മി പാർട്ടിയുടെ നേതാക്കളും അല്ലെങ്കിൽ നമുക്ക് പ്രവർത്തകരും നമ്മളോട് പറയുന്നത് പോസ്റ്റൽ വോട്ട് കണക്കിലെടുക്കരുത്. പോസ്റ്റൽ വോട്ട് ന്യൂഡൽഹി മണ്ഡലത്തിൽ പോസ്റ്റൽ വോട്ട് നിർണായകമാണ് എന്നത് നമുക്ക് കണക്കിലെടുക്കേണ്ടി വരും. എന്നാൽ പോലും പോസ്റ്റൽ വോട്ടുകളിൽ ആം ആദ്മി പാർട്ടിക്ക് BJPക്ക് പൂർണ്ണമായ മുൻതൂക്കമുണ്ട് ശ്രീലക്ഷ്മി. പക്ഷേ കേജ്രിവാളിനെ സംബന്ധിച്ച്, ന്യൂഡൽഹിയെ സംബന്ധിച്ചോളം വോട്ടിന്റെ 45% ഉദ്യോഗസ്ഥരാണ്. ഇത്തരമൊരു മുന്നേറ്റം പോസ്റ്റൽ വോട്ടിൽ BJPക്ക് ന്യൂഡൽഹിയിലുണ്ടെങ്കിൽ അത് ന്യൂഡൽഹി മണ്ഡലത്തിൽ അതൊരു ട്രെൻഡ് സെറ്റായിരിക്കും എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും ശ്രീലക്ഷ്മി. ശരി ശരത്ത് തുടരുക. ശരത്തിലേക്ക് വരാം. ശ്രീജിത്ത് ബാലകൃഷ്ണനും ലിജോയും തുടരുന്നുണ്ട്. ശ്രീജിത്ത്, ലിജോ 15, 13 ഇഞ്ചോടിഞ്ച്, ഒപ്പം തന്നെ ഈ ഡൽഹി കലാപമൊക്കെ നടന്ന സ്ഥലമാണ്. ഈ കപിൽ മിശ്രയെ കൊണ്ടുവന്ന ഈ ഭാഗം, ഈ നോർത്ത് ഈസ്റ്റ് ഡൽഹി, അവിടെ കപിൽ മിശ്ര ലീഡ് ചെയ്യുന്നുവെന്നും വാർത്തകൾ വരുന്നുണ്ട്. ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്ന വാർത്ത അനുസരിച്ച് 15-10 ആണ്. 15 സീറ്റുകളിൽ BJP ലീഡ് ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലായി വരുന്ന വാർത്ത. 10 സീറ്റുകളിൽ ആം ആദ്മി പാർട്ടിയാണ്, 1 സീറ്റിലാണ് കോൺഗ്രസ് ലീഡ് ചെയ്യുന്നത്. ആ കോൺഗ്രസിന്റെ ലീഡ് നേരത്തെ മുതലുള്ളത് അങ്ങനെ തന്നെ നിലനിൽക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ കൽക്കാജിയിൽ BJPയുടെ രമേശ് ബിദുരിയാണ്. രമേശ് ബിദുരി ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്നല്ല, മുഖ്യമന്ത്രി ഫെയ്സ പോലും ആകാൻ സാധ്യതയുള്ള ആളാണ്. അതിഷിക്കെതിരെ മത്സരിച്ചിപ്പോൾ ലീഡ് ചെയ്യുന്നു എന്നുള്ളൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ആ തരത്തിൽ BJPക്ക് കുറെ കൂടി ഒരു ലീഡ് എന്ന നിലയ്ക്ക്, അല്ലെങ്കിൽ BJP പറഞ്ഞതുപോലെ തന്നെ മുമ്പോട്ട് പോകുന്ന കാര്യങ്ങൾ കാണാറുണ്ട്. ആകെ 70 സീറ്റുകളേ ഉള്ളൂ. നമ്മൾ സംസാരിച്ചതുപോലെ, അതായത് പോസ്റ്റൽ വോട്ടുകളിൽ BJP മുന്നിലാണ് എന്നൊരർത്ഥം നമ്മൾ നേരത്തെ സംസാരിച്ച പോലെ ബജറ്റ് സ്വാധീനിച്ചിട്ടുണ്ട്. തീർച്ചയായും. അതായത് ഒരു മധ്യവർഗത്തെ സ്വാധീനിക്കാവുന്ന ഒരു സാധ്യത ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം വളരെ കൃത്യമായി BJP ചെയ്തു. BJP അവസാനത്തെ, അല്ലെങ്കിൽ അവരുടെ ട്രംപ് കാർഡ് അതായിരുന്നു. അതെ ബജറ്റ് ആയിരുന്നു. അതായത് ഈ 84% വരുന്ന ഹിന്ദു വോട്ടുകൾ മുഴുവൻ സമാഹരിക്കാനൊന്നും കഴിയില്ല. അതിൽ സനാതൻ ധർമ്മസ്ഥയൊക്കെ, സന്യാസിമാരെയൊക്കെ കൂട്ടുപിടിച്ച് അരവിന്ദ് കെജ്രിവാളും ആ രൂപത്തിൽ തന്നെ കളി തുടങ്ങിയപ്പോൾ
പ്ലേറ്റ് മാറ്റി പിടിച്ചാണ് ബജറ്റ്. അതെ. അല്ല, ഈ തവണത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം BJP ഒരു പരിധി കൂടുതൽ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാർഡുകളിൽ ഒന്നായിട്ടുള്ള ഈ ഹിന്ദുത്വ എന്നുള്ള സാധനം ഉപയോഗിക്കാൻ കഴിയാതിരുന്ന ഒരു കാര്യമാണ്. എന്താണോ ചെയ്യുന്നത് അതിനപ്പുറത്തേക്ക് ചെയ്യാൻ കഴിയുന്ന ഒരാളാണ് കെജ്രിവാൾ. അതുകൊണ്ട് 18,000 രൂപ പൂജാരിമാർക്ക് കൊടുക്കാമെന്നുള്ള പ്രഖ്യാപനം വരുന്നു. ആ തരത്തിൽ വളരെ കൃത്യമായി അത് ചെയ്യാൻ കഴിയുന്ന ഇടയിൽ നിന്നാണ് എങ്ങനെ വോട്ടുണ്ടാക്കി എടുക്കാം എന്നതിൽ നിന്ന് മൈക്രോ മാനേജ്മെന്റ് സിസ്റ്റം BJPക്ക് മാത്രമേ കഴിയുള്ളൂ. അടുത്ത ഉദാഹരണം കൂടിയാണ് ഇപ്പോൾ പോകുന്നത്. 15 സീറ്റുകളിലേക്ക് BJP ലീഡ് ഉയർത്തുന്നു. എന്തായാലും ഈ സൂചന, അതായത് ആദ്യഘട്ടത്തിൽ ഈ പോസ്റ്റൽ ബാലറ്റുകൾ എണ്ണുമ്പോൾ വ്യക്തമായ മേൽക്കൈ, അതായത് കഴിഞ്ഞൊരു 13 വർഷത്തെ ആം ആദ്മി പാർട്ടി നേടിയെടുത്ത ആ മേൽക്കൈ, മധ്യവർഗത്തിലും ഇടത്തരക്കാർക്കിടയിലുമുള്ള മേൽക്കൈ BJP ഈ ബജറ്റിന്റെ അല്ലെങ്കിൽ ബജറ്റ് പ്രഖ്യാപനത്തോടുകൂടി നേടിയെടുക്കുന്നു. എക്സിറ്റ് പോൾ ഫലങ്ങൾ നൽകുന്ന സൂചന അതാണ്. BJP 15 സീറ്റുകൾ ലീഡ് ചെയ്യുന്നു. കോൺഗ്രസ് ഒരു സീറ്റുണ്ട് എന്നുള്ള കാര്യം അതും കൂടി ഓർമ്മിപ്പിക്കുകയാണ്. കാരണം കോൺഗ്രസ് വളരെ പിന്നിൽ പോകുമെന്ന് ആദ്യഘട്ടത്തിൽ സത്യമാണ് ശ്രീജിത്ത്. കാരണം ഈ പോസ്റ്റൽ ബാലറ്റിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ ഈ ദേവേന്ദ്ര യാദവിന്റെ ബാത്ലി ലീഡ് ചെയ്യുന്നു എന്ന് പറയുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയൊരു കാര്യം തന്നെയാണ്. അവർ അമിതമായൊന്നും പ്രതീക്ഷിക്കുന്നില്ല. അവർക്ക് അവരുടെ ആ ഒരുപക്ഷെ 2 അക്കത്തിലെത്തിയാൽ, അതായത് ഒരു 10-ലെത്തിയാൽ സന്തോഷം, അഭിമാനം എന്ന രൂപത്തിലാണ് കോൺഗ്രസ് ചിന്തിക്കുന്നത്. കുറച്ച് ആം ആദ്മി പാർട്ടിയിൽ നിന്ന് വോട്ടുകൾ കിട്ടുക, അല്ലാതെ BJP വോട്ടുകളൊന്നും കിട്ടാൻ പോകുന്നില്ല. അവരുടെ ശക്തി അറിയിക്കുക. നമ്മൾ വിചാരിക്കുന്നതിന് അപ്പുറത്തേക്ക് കാര്യങ്ങൾ ഇപ്പോൾ പോകുന്നുണ്ട്. 17 സീറ്റുകളിൽ BJP ലീഡ് ചെയ്യാണ്. 17 സീറ്റുകളിൽ BJP ലീഡ് ചെയ്യുകയാണ്. 9 സീറ്റുകളാണ് ഇപ്പോൾ ആം ആദ്മി പാർട്ടി, അതായത് ചുരുങ്ങുകയാണ്. ആം ആദ്മി പാർട്ടി 11-ൽ നിന്ന് 9-ലേക്ക് കുറയുകയും അതോടൊപ്പം തന്നെ BJP 17 സീറ്റുകളിലേക്ക് ലീഡ് ഉയർത്തുകയും ചെയ്യുന്നു എന്നുള്ള കാഴ്ചയാണ്. അതായത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി BJP ലീഡ് ഉയർത്തുന്നുണ്ട്. അത് BJPയെ സംബന്ധിച്ചിടത്തോളം BJPയുടെ പ്രതീക്ഷയും അവരുടെ ഇന്നലെ വരെയുള്ള കണക്ക് കൂട്ടലുകളും ആ തരത്തിലാണ്. ഏതാണ്ട് 45 സീറ്റുകൾ മുതൽ 55 സീറ്റുകൾ വരെ എന്നുള്ളതാണ് BJPയുടെ കണക്ക് കൂട്ടൽ. അവിടേക്ക് കാര്യങ്ങൾ പോകുന്ന പോലെ ഒരു സൂചന. 55 മേലേക്ക് പോകും ചിലപ്പോൾ. അതെ 3-3 തുടങ്ങിയതാണ്. 3-3 തുടങ്ങിയാണ്. ഇപ്പോൾ സ്വാഭാവികമായിട്ടും 8:30 കൂടി തന്നെ പോസ്റ്റൽ വോട്ടുകളുടെ ഏകദേശം ഒരു തീരുമാനമാകും. ശേഷം ബാലറ്റുകളിലേക്ക് ഇലക്ട്രോണിക് തുറക്കും. അപ്പോഴേക്കും സ്വാഭാവികം വളരെ കുറേ കൂടി വേഗത്തിലേക്ക് വോട്ട് വരാൻ സാധ്യതയുണ്ട്, ലീഡ് കൂടാൻ സാധ്യതയുണ്ട്. ആ തരത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നു. 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇപ്പോൾ നമുക്ക് പറയാൻ പറ്റും. അതിലൊന്ന്, BJP 17 സീറ്റുകളിൽ ലീഡ് ചെയ്യുന്നു. 9 സീറ്റുകളിലേക്ക് ആം ആദ്മി പാർട്ടി ചുരുങ്ങി എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, അരവിന്ദ് കെജ്രിവാൾ, മനീഷ് സിസോദിയ, അതിഷി സിംഗ് തുടങ്ങിയ ആം ആദ്മി പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കൾ പിന്നിലാണ് എന്നത് ഇതിന്റെ ട്രെൻഡ് എന്ന നിലക്ക് ഈ ഘട്ടത്തിൽ, അല്ലെങ്കിൽ ഒരു സൂചന എന്ന നിലക്ക് ഈ ഘട്ടത്തിൽ നമുക്ക് പറയാൻ കഴിയുമെന്ന് തോന്നുന്നു. അതായത് അരവിന്ദ് കെജ്രിവാൾ എല്ലാ കാലത്തും മധ്യവർഗത്തിന്റെ ആളായിരുന്നു. നേരത്തെ ലിജോ പറയാൻ തുടങ്ങിയതാണ്. ആ മഫ്ലറും ഇട്ട് പിന്നെ മാരുതി കാറിൽ വന്നിരുന്ന മനുഷ്യൻ എല്ലാ കാലത്തും ഇടത്തരക്കാരുടെ മധ്യവർഗത്തിന്റെ പ്രതിനിധിയായിരുന്നു. അവരുടെ വക്താവായിരുന്നു. അവർ പ്രതീക്ഷിച്ചിരുന്ന അഴിമതി വിരുദ്ധ പോരാട്ടത്തിന്റെ നേതാവായിരുന്നു. അതിനെ സമ്പൂർണ്ണമായി ഇല്ലാതാക്കാൻ ഒരുപക്ഷെ BJPക്ക് കഴിഞ്ഞു എന്നാണ്. അദ്ദേഹം പിന്നിലാണെന്നുള്ളത്. അദ്ദേഹം പിന്നിലാണെങ്കിൽ ആം ആദ്മി പാർട്ടിയും പിന്നിലായിരിക്കും. പ്രധാനപ്പെട്ട കുറെ കാര്യങ്ങളുണ്ടായി. ഒന്ന്, അവരുടെ വസതികൾ, മന്ത്രി വസതികൾ, മന്ദിരങ്ങൾ മോടി പിടിപ്പിക്കുന്ന ബന്ധപ്പെട്ട പ്രശ്നം, മദ്യ അഴിമതി, അത് വലിയ തരത്തിൽ ആം ആദ്മി പാർട്ടിയുടെ അഴിമതി വിരുദ്ധ മുഖച്ഛായക്ക്, അല്ലെങ്കിൽ കെജ്രിവാൾ എന്ന സാധാരണക്കാരനായ കോമൺ മാൻ എന്നുള്ള കെജ്രിവാളിന്റെ പ്രതിച്ഛായ ഇടിച്ചു തകർക്കുന്നതിൽ വളരെ കൃത്യമായി അവർക്ക് വിജയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് BJPക്ക്. അതൊരു വളരെ വെൽ പ്ലാൻഡ് ആയിട്ട് അവർ ഓപ്പറേറ്റ് കഴിഞ്ഞ ദിവസവും പറഞ്ഞിരുന്നു. അതായത് പാർലമെന്റിൽ രണ്ടാമത്തെ പ്രസംഗത്തിലും ഇത് തന്നെ ലിജോ പറഞ്ഞ കാര്യം തന്നെ പറഞ്ഞത്. അതായത് പിന്നെ ഞങ്ങൾ കെട്ടിടങ്ങൾ മൂടി പിടിപ്പിക്കുന്നതല്ല ഞങ്ങളുടെ നയം. ഞങ്ങളുടെ നയം ജനങ്ങൾക്ക് സഹായം ചെയ്യുക എന്നുള്ളതാണ്. അതായത് അത് കെജ്രിവാളിനെ തിരിച്ചടിക്കുകയാണ്. കെജ്രിവാൾ ആദ്യം പറഞ്ഞിരുന്നത് നിങ്ങൾ കെട്ടിടങ്ങൾ മൂടി പിടിപ്പിക്കുകയും ആഡംബര വസതികളിൽ താമസിക്കുകയും ചെയ്യുന്ന ആളുകളാണ് കോൺഗ്രസിനെതിരെ പറഞ്ഞിരുന്നത്. അങ്ങനെയാണ് അവർ അധികാരത്തിൽ. ഇപ്പോൾ അത് കെജ്രിവാളിനെ തിരിച്ചടിക്കുകയാണ്. അല്ല, തീർച്ചയായും ഇതിലൊരു കാര്യമുണ്ട്. 2013 തെരഞ്ഞെടുത്ത് ജയിച്ച് വന്ന ഉടൻ തന്നെ ഓട്ടോറിക്ഷയിൽ വന്ന MLA-മാരുണ്ട് അവിടെ. മാരുതി കാറിൽ വരുന്ന മുഖ്യമന്ത്രിയും സംഘവും. ആ തരത്തിൽ എങ്ങനെയൊക്കെ സാധാരണക്കാരനാവോ എന്നുള്ളതാണ്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തെരഞ്ഞെടുപ്പ് ചിഹ്നം ചൂല് എന്നുള്ളത് ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അവിടെയുള്ള തെരുവോരങ്ങളെല്ലാം അടിച്ചു വാരി വരുന്ന വാത്മീകി സമുദായത്തിൽപ്പെട്ട ആളുകൾ, അല്ലെങ്കിൽ ജുഗികളിലും ഗലികളിലും താമസിക്കുന്ന ആളുകളെ സംബന്ധിച്ച് അവർക്ക് വലിയ പ്രതീക്ഷ കൊടുത്തിട്ടുള്ള ഒരു സ്റ്റേച്ചർ ഉണ്ടാക്കിയെടുക്കാൻ കെജ്രിവാളിന് കഴിഞ്ഞിരുന്നു. ആ സ്ട്രേച്ചർ അത് മാറി. അദ്ദേഹത്തിന്റെ വസ്ത്രധാരണത്തിൽ മാറ്റങ്ങൾ ഉണ്ടായി, അദ്ദേഹത്തിന്റെ വാഹനങ്ങളിൽ മാറ്റം ഉണ്ടായി, അദ്ദേഹത്തിന്റെ വസതിയിൽ മാറ്റം ഉണ്ടായി. അദ്ദേഹം ഒരു അഴിമതിക്കാരൻ എന്ന നിലയ്ക്ക് ജയിലിൽ കിടക്കേണ്ടി വന്നു. ആ തരത്തിൽ ആ ഒരു സ്ട്രേച്ചർ പൊളിക്കാൻ BJPക്ക് കഴിഞ്ഞിട്ടുണ്ട്. 10-17 ആയിരിക്കുന്നു. ഈ കോൺഗ്രസ് വോട്ടുകൾ ഈ രീതിയിൽ പോവുകയാണെങ്കിൽ ആം ആദ്മി പാർട്ടി ഈ നിലവിലെ രീതിയിൽ തന്നെ ലീഡ് ഉയർത്താൻ തന്നെയല്ലേ സാധ്യത?